യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം ജീവനോടെ കെട്ടിത്തൂക്കി കൊന്ന കേസിൽ പ്രതി കൊട്ടാങ്ങൽ പുളിമൂട്ടിൽ നസീറിന് ജീവപര്യന്തം കഠിന തടവ്. ലൈംഗിക പീഡനത്തിന് 10 വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 7 വർഷം തടവും അനുഭവിക്കണം. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കോട്ടാങ്ങൽ പുല്ലാഞ്ചിപ്പാറ കണങ്കവയൽ വീട്ടിൽ ടിഞ്ചു മൈക്കിളാണ് കൊല്ലപ്പെട്ടത്. 2019 ഡിസംബർ 15-നായിരുന്നു സംഭവം നടന്നത്. ഭർത്താവുമായി പിരിഞ്ഞ് ആൺസുഹൃത്തിനൊപ്പം താമസിക്കുകയായിരുന്ന ടിഞ്ചുവിനെ തടിക്കച്ചവടക്കാരനായ നസീർ വീട്ടിൽ കയറി ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കോടതി ഇന്നലെ വിധി പറയുമ്പോൾ നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ സഹിച്ച കൊടിയ പീഡനത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും കൂടി കഥകളാണ് പുറത്തു വരുന്നത്. ടിഞ്ചുവിൻ്റെ മരണം കൊലപാതകം ആണെന്ന് തെളിയുന്നതിന് മുൻപാണ് കാമുകനായ ടിജിൻ ജോസഫിനെ പ്രേരണാകുറ്റം ചുമത്തി കള്ളക്കേസിൽ കൊടുക്കാൻ പെരുമ്പട്ടി പോലീസ് സ്റ്റേഷനിലെ SI ശ്രമിക്കുന്നത്. ഇടികൊണ്ട് ചോര തുപ്പിയ ആ പഴയ കഥകൾ 5 വർഷം മുൻപ് ടിജിൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ടിഞ്ചു കൊലക്കേസിൽ നെയ്മോൻ എന്ന് വിളിക്കുന്ന നസീറിന് ശിക്ഷിക്കുമ്പോൾ ആ കോടതി വളപ്പിൽ ടിജിൻ ജോസഫും ഉണ്ടായിരുന്നു. ഒരു പെണ്ണിനെ സ്നേഹിച്ചുവെന്ന കുറ്റം മാത്രമായിരുന്നു അയാൾ ചെയ്തത്. അതിൻ്റെ പേരിൽ അയാൾ ഏറ്റുവാങ്ങിയത് കൊടിയ പീഡനങ്ങളും യാതനകളുമാണ്. ടിജിൻ്റെ മാനസിക പീഡനം കാരണം ടിഞ്ചു ജീവനൊടുക്കി എന്നായിരുന്നു മാതാപിതാക്കളുടെ വിശ്വാസം. അവർ ഇത് പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനവും നടത്തിയിരുന്നു. അതിന് മറുപടിയായി ടിജിനും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു. 5 വർഷം മുമ്പ് ടിജിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് മരിക്കുന്ന നിമിഷം വരെ ടിഞ്ചുവും താനും തമ്മിൽ ഒരു ചെറിയ വഴക്ക് പോലും ഉണ്ടായിട്ടില്ല. വീട്ടുകാരുടെ നിരന്തര ശല്യം മൂലം ഉണ്ടായിരുന്ന ജോലികളെല്ലാം നഷ്ടമായതിൻ്റെ ആഘാതത്തിൽ അവൾ ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അത് പറയുമ്പോൾ കൊലപാതകമാണെന്ന കാര്യം ടിജിനും അറിയില്ലായിരുന്നു. താനും തൻ്റെ പിതാവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് തൂങ്ങിമരണം നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൂങ്ങിമരണമാണെന്ന് വ്യക്തമാക്കിയപ്പോഴും ഉത്തരവാദിത്വം തൻ്റെ തലയിൽ കെട്ടിവെച്ച് പ്രതിയാക്കാൻ പെരുമ്പട്ടി SI ശ്രമിക്കുകയായിരുന്നു. തന്നെ ക്രൂരമായി മർദ്ദിച്ചതിൻ്റെ പേരിൽ അയാൾ സസ്പെൻഷനിലായി എന്നും ടിജിൻ പറഞ്ഞിരുന്നു. ഏതൊരു കുറ്റകൃത്യത്തിലും കുറ്റവാളികൾ പോലും അറിയാതെ അവരുടെ രീതികൾ അവരെ കൊടുക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പത്തനംതിട്ടയെ ഞെട്ടിച്ച ടിഞ്ചു കൊലപാതക കേസ്. 2019 ഡിസംബർ 15-നായിരുന്നു ടിഞ്ചു എന്ന യുവതിയെ പത്തനംതിട്ട കോട്ടാങ്ങലിലുള്ള കാമുകൻ ടിജിൻ്റെ വീട്ടിൽ മരണപ്പെട്ടതായി കണ്ടെത്തുന്നത്. അതിനും 2 മാസം മുന്നേ ജോലി നഷ്ടപ്പെട്ട വ്യസനത്തിൽ ടിഞ്ചു കൈഞ്ഞരമ്പ് മുറിച്ച് ജീവനെടുക്കാൻ ശ്രമിച്ചത് ഈ ഒരു നിഗമനത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു. എന്നാൽ തുടരന്വേഷണത്തിൽ മരണത്തിന് മുന്നേ മുറിയിൽ നടന്ന ബലപ്രയോഗത്തിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചതോടെ ഈ മരണം കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് വഴിമാറുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രഹസ്യഭാഗത്തുൾപ്പെടെ ടിഞ്ചുവിൻ്റെ ശരീരത്തിൽ കാണപ്പെട്ട 60ഓളം മുറിവുകളും കൊലപാതകം എന്ന ഉറപ്പിന് ആക്കം കൂട്ടി. അതോടെ ടിഞ്ചുവിൻ്റെ കാമുകനും കൂടെ ജീവിക്കുന്ന ആളുമായി ടിജിനിലേക്ക് പോലീസിൻ്റെ സംശയം നീണ്ടു. സ്കൂൾ കാലഘട്ടം മുതൽ പ്രണയത്തിലായിരുന്നു ടിഞ്ചുവും ടിജിനും. എന്നാൽ പഠനത്തിന് ശേഷം ടിജിൻ വിദേശത്ത് പോയതോടെ ഇരുവരുടെയും കൂടിക്കാഴ്ചകൾ കുറഞ്ഞു വന്നു. അതോടെ ടിജിനുമായുള്ള ബന്ധത്തിനോട് താല്പര്യം ഇല്ലാതിരുന്ന ടിഞ്ചുവിൻ്റെ വീട്ടുകാർ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ അവളുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. ടിജിൻ നാട്ടിൽ വന്നപ്പോഴേക്കും ടിഞ്ചുവിൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം 2 പേർക്കും വേറെ വേറെ വിവാഹം കഴിക്കേണ്ടി വന്നു. എന്നാൽ 2 പേരുടെയും വിവാഹ ജീവിതം വലിയ പരാജയമായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് തൻ്റെ വീട്ടുകാരുടെ ദുർബുദ്ധിയായിരുന്നു ടിജിൻ്റെ പേരിൽ അവർ പറഞ്ഞിരുന്ന നുണക്കഥകൾ എന്ന് ടിഞ്ചുവിന് മനസ്സിലായി. അതോടെ വീട്ടുകാരുമായി വഴക്കിട്ട ടിഞ്ചു ഭർത്ത വീട്ടിൽ നിന്ന് ഇറങ്ങി ടിജിൻ്റെ കൂടെ താമസിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ജോലി നഷ്ടമായപ്പോൾ ടിഞ്ചു ജീവനൊടുക്കാൻ ശ്രമിച്ചതും പിന്നീട് ആ കൊലപാതകവും നടക്കുന്നത്. സംഭവത്തിന് ശേഷം ടിജിനെ പോലീസുകാർ ചോദ്യം ചെയ്തെങ്കിലും താനും ടിഞ്ചുവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും തനിക്കൊരിക്കലും അവളെ കൊല്ലാൻ കഴിയില്ലെന്നും ടിജിൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നു. എന്നാലും അയാളുടെ വാദങ്ങളൊന്നും പോലീസ് വിശ്വാസത്തിലെടുത്തില്ല. പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങൾ ഏൽക്കുമ്പോഴും ടിജിൻ ഒരിക്കലും താൻ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചില്ല. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലായിരുന്നു ടിഞ്ചു മരിക്കാനായി തയ്യാറാക്കിയ കുരുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരിക്കലും ഒരു സാധാരണ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ സാധാരണക്കാരൻ ഇടാൻ സാധിക്കുന്ന കുരുക്കായിരുന്നില്ല അതെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മരത്തടികൾ കെട്ടുന്നവർക്ക് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുരുക്കാണ് അതെന്ന കണ്ടെത്തലിനൊടുവിലാണ് ടിജിനിൽ വന്ന് മുട്ടിനിന്ന കേസിൻ്റെ ഗതി ശരിയായ പാതയിലേക്ക് നീങ്ങുന്നത്. ഇരുവരുടെയും പരിചയത്തിലുള്ള മരപ്പണിക്കാരെക്കുറിച്ച് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് അധികം വൈകാതെ തന്നെ യഥാർത്ഥ കൊലപാതകയായ നസീറിലേക്ക് എത്തിച്ചേർന്നു. തടി വ്യാപാരിയായിരുന്ന നസീർ പലപ്പോഴായി മരം നോക്കാനും വാങ്ങാനുമൊക്കെ ടിഞ്ചു താമസിച്ചിരുന്ന ആ വീട്ടിൽ വരുമായിരുന്നു. അന്ന് ടിജിനും അച്ഛനും പുറത്തു പോയിരുന്ന അവസരത്തിലായിരുന്നു ഈ ക്രൂര കൊലപാതകം നടന്നത്. വീട്ടിലേക്ക് വെള്ളം ചോദിച്ചു വന്ന നസീർ ടിഞ്ചുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഓടാൻ ശ്രമിച്ച ടിഞ്ചുവിനെ പിന്തുടർന്ന് കിടപ്പുമുറിയിലെത്തിയ നസീറിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ
കട്ടിലിൽ തലയിടിച്ച് വീണ ടിഞ്ചു ബോധരഹിത ആവുകയായിരുന്നു. അതിനിടെ ടിഞ്ചുവിനെ ക്രൂരമായി പീഡിപ്പിച്ച നസീർ തെളിവ് നശിപ്പിക്കുന്നതിനായി അബോധാവസ്ഥയിലായിരുന്ന അപ്പോഴും ജീവനുണ്ടായിരുന്ന ടിഞ്ചുവിനെ കെട്ടിത്തൂക്കുകയായിരുന്നു. ടിഞ്ചുവിൻ്റെ ശരീരത്തു നിന്നും ലഭിച്ച DNA സാമ്പിളുകളും ജനനേന്ദ്രിയ ഭാഗത്തു നിന്നും ലഭിച്ച പുരുഷ ബീജത്തിൻ്റെ സാമ്പിളുകളും നസീറിനെതിരെയുള്ള തെളിവുകളായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തു. ഒരു കയറിൻ്റെ കുരുക്കിടുന്ന രീതിയിൽ നിന്നാണ് ഈ കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. ഏതൊരു കുറ്റകൃത്യത്തിലും ആ കുറ്റം തെളിയാൻ ദൈവത്തിൻ്റെ ഒരു വിരലടയാളം ബാക്കിയുണ്ടാവും എന്ന സത്യത്തിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ടിഞ്ചു കൊലക്കേസ്. കുറ്റവാളി ശിക്ഷിക്കപ്പെട്ടു എന്നതിനേക്കാൾ ഉപരിയായി വർഷങ്ങളോളം മരണം വരെ ആ പെൺകുട്ടിയെ സ്നേഹിച്ച ടിജിനെ ലഭിക്കുന്ന നീതി കൂടെയാണ് ഈ വിധി.